ഹായ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പൂക്കൾ കൊണ്ട് നിറഞ്ഞ അതിമനോഹരമായ ഒരു ഗാർഡനിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ നീലാകാശത്തിനും തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന ഈ തെങ്ങിൻ തലപ്പുകൾക്കും താഴെയായിട്ട് വർണ്ണനകൾക്ക് അതീതമായിട്ട് അതിമനോഹരമായിട്ടുള്ളൊരു ഗാർഡനാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. ഇത് നമ്മുടെ തൃശ്ശൂരുള്ള കൊച്ചുമേരിപ്പോൾ എന്ന മാഡത്തിൻ്റെ ഗാർഡനാണ്. ഇത്രയധികം ചെടികളെ സ്നേഹിക്കുന്ന ഒരാളെ ഞാൻ നേരിൽ കാണുന്നത് എനിക്ക് ഭയങ്കര സന്തോഷം തന്ന ഒരു നിമിഷങ്ങളാണ് ഇവിടെ ഉണ്ടായത്. അപ്പോൾ എനിക്ക് ഈ ഒരു ഗാർഡൻ കാണണമെന്ന് ഒരുപാട് നാളായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. നമ്മൾ മുമ്പ് ഇവിടുന്ന് മാഡം നമുക്ക് അയച്ചു തന്നിരിക്കുന്ന ഒരു ഗാർഡൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് പക്ഷേ എനിക്കിതൊന്ന് നേരിൽ കാണണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹം തോന്നി. അങ്ങനെയാണ് ഞങ്ങളിപ്പോൾ ഇവിടെ കുറേ പേര് നമ്മൾ തൃശ്ശൂർ വന്നതിന് ശേഷം ഇവിടെ കൂടെ എത്തിയതാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ തൃശ്ശൂർ വന്ന വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ കൂടെ തന്നെയാണ് നമ്മൾ ഈ ഒരു ഗാർഡൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നത്. ഈ ഗാർഡൻ നിന്ന് നേരിൽ കാണണമെന്നുള്ളത് എൻ്റെ ഭയങ്കരമായിട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു. ഇപ്പോൾ ഏകദേശം ഒരു 2 വർഷമായെന്ന് തോന്നുന്നു നമ്മൾ മുമ്പ് ആ വീഡിയോ ചെയ്തിട്ടൊക്കെ. അപ്പോൾ അതിനുശേഷം എനിക്കിവിടെ ഇതുവരെ ഒന്നും വരാൻ പറ്റില്ല. ഞാൻ മിക്കവാറും മാഡത്തിനോട് പറയാറുണ്ടായിരുന്നു ഞാൻ ഉടനെ വരുമെന്ന്. പക്ഷേ എനിക്കിപ്പോഴാണ് വരാൻ പറ്റിയത്. അപ്പോൾ നമ്മൾ അന്ന് ഫസ്റ്റ് ടൈം ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ യൂട്യൂബിലൊന്നും ഈ ഒരു ഗാർഡൻ്റെ വീഡിയോയെ എങ്ങും വന്നിട്ടുണ്ടായിരുന്നില്ല. നമ്മളാണ്, അതായത് നമ്മുടെ ബ്ലൂബെൽ എന്ന ചാനലാണ് ആദ്യമായിട്ട് യൂട്യൂബിൽ ഈ ഒരു ഗാർഡൻ്റെ വിശേഷങ്ങൾ ഇട്ടിരുന്നത്. അതിനുശേഷം ഇവിടെ ഒരുപാട് യൂട്യൂബേഴ്സ് വന്ന് ഒരുപാട് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാം വന്ന് പല രീതിയിൽ പല ആംഗിളിലൊക്കെ വീഡിയോസ് എടുത്ത് നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. പക്ഷേ എനിക്കിത് നേരിൽ കാണണമെന്നും നേരിൽ കണ്ട് ഇവിടുത്തെ എങ്ങനെയാണ് ഈ ഒരു ഗാർഡൻ്റെ സെറ്റിങ്സ് എന്നൊക്കെ കണ്ട് മനസ്സിലാക്കി വീഡിയോ എടുക്കണമെന്നുള്ളത് എൻ്റെ വലിയൊരു സ്വപ്നമായിരുന്നു. അപ്പോൾ അതിന്ന് നടന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മളിതാ ഇവിടുത്തെ ഗാർഡൻ കാഴ്ചയിലൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് എത്ര പറഞ്ഞാലും മതിയാകത്തില്ല, അതേ രീതിയിലാണ് കേട്ടോ മാഡം ഈ ഒരു ഗാർഡൻ ഒരുക്കിയിരിക്കുന്നത്. എനിക്ക് സത്യം പറയാലോ ഭയങ്കരമായിട്ട് അതിശയവും സന്തോഷവും തോന്നി. ഇതൊരു ഹോം ഗാർഡൻ ആണ്, നമ്മളൊരു വീട്ടിലാണ് വന്നിരിക്കുന്നത്. നമുക്ക് സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റത്തില്ല. അതേപോലെയാണ് കേട്ടോ ഇവിടുത്തെ ക്രമീകരണങ്ങൾ. ചെടികളെ പോലെ തന്നെ ഇവിടുത്തെ പോട്ടുകൾ നമ്മളെ അതിശയിപ്പിക്കും. അത്ര ഭംഗിയുള്ള നല്ല സെറ്റിങ്സോട് കൂടിയാണ് ഓരോ ചെടികളും ഓരോ പോട്ടുകളിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിരിക്കുന്നത്. മൺപോട്ടുകളായിട്ടാണ് കൂടുതൽ ഇവിടെ ഇരിക്കുന്നത്. കണ്ടോ, അതായത് ഇതൊക്കെ കണ്ടോ, നല്ല ആകൃതിയിൽ നല്ല ഭംഗിയിൽ. നമുക്ക് ഒരു ചെടി നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുമ്പോൾ അതിനെക്കാട്ടിൽ കൂടുതൽ നമ്മൾ അവിടുത്തെ പോട്ടുകൾ ശ്രദ്ധിച്ചു. അത്ര രീതിയിലാണ് ഇവിടെ ഓരോ ചെടികളും അറേഞ്ച് ചെയ്തിരിക്കുന്നതും അതിൻ്റെ പോട്ടിൻ്റെ ഓരോ ഇതൊക്കെ നമ്മൾ വെച്ചിരിക്കുന്നതൊക്കെ കാണുമ്പോൾ. ഇപ്പോൾ ഇവിടെ വെച്ചിരിക്കുന്ന മൊത്തം എയർ പ്ലാന്റുകളാണ്. ആ എയർ പ്ലാന്റുകൾ വെച്ചിരിക്കുന്നത് കാണാനും നല്ല ഭംഗിയുണ്ട്. ഇത് കണ്ടോ, ഇത് ക്യാക്ടസ് ആണ്. ഇങ്ങോട്ട് വരുമ്പോൾ അതല്ല, അതിൻ്റെ ചട്ടികൾ തന്നെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും. കണ്ടോ എത്ര ഭംഗിയിലാണ് ഓരോ ചട്ടികൾ ഇരിക്കുന്നത്, അത് ഒരേ രീതിയിലാണ്. ഇതൊക്കെയാണ് കേട്ടോ ഈ ഗാർഡനെ ഏറ്റവും ആകർഷകം നമുക്ക് തരുന്ന ഒരു ഘടകം എന്ന് പറഞ്ഞാൽ. ഇത് കണ്ടോ, ഓരോ പോട്ടുകളും വച്ചിരിക്കുന്നതിൻ്റെ ആ രീതി എത്ര മനോഹരമാണ്. ഗേറ്റ് കടന്ന് വരുമ്പോൾ തന്നെ നമ്മൾ ബൊഗൈൻ വില്ലകളാണ് നമ്മളെ ആകർഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞങ്ങൾ കുറേ പേര് നിന്ന് ചെടികളൊക്കെ കാണുന്നുണ്ട്. മാഡം ഞങ്ങൾക്ക് ചെടികളെക്കുറിച്ച് ഓരോ കാര്യങ്ങളായിട്ട് വിശദീകരിച്ച് തരുന്നുണ്ട്. അപ്പം വീഡിയോയ്ക്ക് മുമ്പിലേട്ടും മാഡം വന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ കൂടെ നടന്ന് ഓരോ ചെടികളെക്കുറിച്ചും അതിൻ്റെ ഓരോ കാര്യങ്ങളെക്കുറിച്ചും അത് വച്ചിരിക്കുന്ന ഏതൊക്കെ കാലത്താണ് അത് നട്ടിരിക്കുന്നത്, എത്ര വർഷമൊക്കെ പഴക്കം ചെന്ന ചെടികളാണ്, ഇതെല്ലാം നമുക്ക് പറഞ്ഞു തന്നുകൊണ്ട് നമ്മുടെ കൂടെ തന്നെ. അത് കുറച്ച് സ്ഥലത്തൊന്നും അല്ല കേട്ടോ, ഇതെനിക്ക് തോന്നുന്നു ഏകദേശം 1 ഏക്കർ സ്ഥലമാണെന്ന് തോന്നുന്നു. അത് മുക്കാൽ ഈ വീടിരിക്കുന്ന ഭാഗം ഒഴിച്ചാൽ ബാക്കി മുഴുവനും ഗാർഡനാണ്. നമുക്ക് നടന്ന് കാണാനായിട്ട് ഇത്ര മനോഹരമായിട്ട് ചെയ്യാൻ ഉള്ള ഒരു ഐഡിയ നമ്മൾ സ്തുതിച്ചേ പറ്റുള്ളൂ കേട്ടോ. എനിക്കത് പറയാതിരിക്കാൻ പറ്റില്ല, അത്ര ഭംഗിയാണ്. ഈ ഓരോ വഴികളാണെങ്കിൽ ഇതിൻ്റെ ഇടയിൽ കൂടി എല്ലാം നമുക്കിങ്ങനെ നടപ്പാതകൾ സിമെൻറ്റ് കൊണ്ടൊക്കെ വാർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ കൂടെ ഒക്കെ നമുക്കിങ്ങനെ നടന്നെല്ലാം കാണാം. പിന്നെ ഇതാ ഇവിടെ നോക്കിക്കേ, ഒരു കിളി കയറിപ്പോകുന്നതുണ്ടോ, പാരറ്റാണ്. എന്ത് രസമല്ലേ, വൈറ്റ് കളറ്. ഇതുണ്ടോ, എന്നിട്ട് അത് മുകളിൽ പോയി അങ്ങനെ ഇരുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മളെയൊക്കെ നോക്കിയൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഇപ്പുറത്തോട്ട് വന്ന ചെറിയ കിളികളും എല്ലാം ഉണ്ട്. അങ്ങനെ ആകെക്കൂടി നല്ല ഭംഗിയുള്ള ഒരു ഗാർഡനാണ്. ഇവിടുത്തെ ഓരോ ചെടികളും സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് അതിശയം തോന്നും.
ഇത് ഓരോ ആൾക്കാരുടെ കരവിരുതാണോ ഇത് എന്ന് നമുക്ക് അതിശയം തോന്നുന്ന രീതിയിൽ തന്നെയാണ് കേട്ടോ ഓരോ ചെടികളെയും ഓരോ സ്ഥലത്തായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓർക്കിഡിന് തന്നെ ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അടീനിയത്തിന് ഇവിടെ വെയിൽ വേണ്ട ചെടികളും വെയിൽ വേണ്ടാത്ത ചെടികളും അതേ രീതിയിൽ തരംതിരിച്ചിട്ട് എല്ലാം നല്ല മനോഹരമായിട്ട് അത് വെച്ചിരിക്കുന്ന ആ ഒരു ഭാഗം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഈ ഒരു അടീനിയത്തിനൊക്കെ നല്ല വെയിൽ വേണം. ഇതൊരു മണലാരണ്യത്തിൽ ഉണ്ടാകുന്ന ഒരു ചെടിയാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു സൈഡിലായിട്ട് കണ്ടോ കുറേ കല്ലുകളൊക്കെ പാകി അതിനെ അത്ര മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ പലതരത്തിലുള്ള ഓർക്കിഡുകളും പിന്നെ ഇതാ വെജിറ്റേറിയൻ്റെ തന്നെ ആയിട്ടൊരു ഗാർഡൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ തക്കാളിയൊക്കെ പഴുത്ത് കിടപ്പുണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനെ വിശാലമായിട്ട് എവിടെയാണ് നമ്മൾ കണ്ടത് എന്ന് നമുക്ക് തോന്നിപ്പോവും. അത്രയ്ക്ക് ഭംഗിയിലാണ് ഓരോ സ്ഥലത്തോട്ട് ചെല്ലുമ്പോഴും നമുക്ക് അങ്ങ് അതിശയം തോന്നുന്ന വിധത്തിലാണ്. ഇവിടെ എല്ലാം ഓർക്കിഡ്സുകളാണ് കേട്ടോ ഇവിടെ എല്ലാം വെച്ചേക്കുന്നത്. അപ്പം ഞങ്ങൾ ഈ വീടിന് ചുറ്റും നടന്ന് വിശാലമായിട്ടുള്ള ഈ ഒരു പറമ്പ് മുഴുവനും നടന്ന് ഇവിടുത്തെ ഗാർഡൻ മൊത്തം കണ്ടിട്ടാണ് ഞങ്ങൾ പോരുന്നത്. ഇവിടുത്തെ കാഴ്ചകൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ കുറേ അധികം സമയം നടന്ന് കാണാൻ തന്നെയുണ്ട് ഓരോ ഭാഗങ്ങൾ. ഇതൊക്കെ നമുക്ക് പഴവർഗ്ഗങ്ങളുടെയൊക്കെ പ്ലാന്റുകളാണ് ഇവിടെയൊക്കെ വെച്ചേക്കുന്നത്. അതിനൊക്കെ നല്ല തണലുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്ത് വരുമ്പോൾ ഈ ഒരു ചൂട് സമയത്ത് ഇതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ നടക്കുമ്പോൾ നമുക്ക് നല്ല തണുപ്പ് നല്ലൊരു കുളിർമയുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നല്ല രസം. അപ്പോൾ ഞാൻ ഓർക്കുമായിരുന്നു ഈ മരത്തിന് എന്ത് ഭാഗ്യമാണ് ഈ ഒരു ഗാർഡനകത്തൂടെ ഇതുപോലെ സമയം ചെലവഴിക്കാൻ പറ്റുന്നത്. എന്ത് അതിശയം, എനിക്ക് ഒരുപാട് അങ്ങ് അതിശയം സന്തോഷവും എല്ലാം തോന്നി കുറേ നിമിഷങ്ങളായിരുന്നു കേട്ടോ അതൊക്കെ. ഗേറ്റ് ഇങ്ങോട്ട് കടന്നു വന്നു കഴിയുമ്പോൾ ഇതുപോലെയുള്ള ബൊഗെയിൻ വില്ലകൾ ഇങ്ങനെ നിറച്ച് വെച്ചിരിക്കുകയാണ്. അത് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ നല്ല കുറ്റിച്ച് നല്ല ഭംഗിയിൽ പൂത്താണ് നിൽക്കുന്നത്. രണ്ട് സൈഡിലും ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് തന്നെ ഭയങ്കര ഒരു രസമാണ്. പിന്നെ ഇതാ ഇങ്ങോട്ട് നോക്കിയേക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഉള്ള ചെടികൾ ഓരോന്നും ഓരോ സെക്ഷനായിട്ടാണ് തിരിച്ച് വെച്ചിരിക്കുന്നത്. നിരത്തി അങ്ങ് ചെടി വെച്ചേക്കല്ല കേട്ടോ. ഇവിടെ കണ്ടോ വൈറ്റ് ബൊഗെയിൻ വില്ല മാത്രമായിട്ട് വെച്ചേക്കുന്നു. ആർട്ടിഫിഷ്യൽ ഗ്രാസൊക്കെ വെച്ച് അത് നല്ല ഒരു ഭംഗിയിലാണ് ക്രമീകരിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ബൊഗെയിൻ വില്ലകൾ വളരെ അധികം ഉണ്ട്. അത് നിൽക്കുന്ന കാണാനും നല്ല ഭംഗിയിലാണ്. മൊത്തം പൂക്കളും ഉണ്ട് കേട്ടോ. ഇതിനു മുമ്പ് ഇതിനേക്കാട്ടി കൂടുതൽ ബൊഗെയിൻ വില്ലകൾ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞപ്പോൾ ഇതൊക്കെ കുറേ എണ്ണം ഇവിടെ കട്ട് ചെയ്ത് നിർത്തി പൂക്കളാകാനായിട്ടൊക്കെ വെയിറ്റ് ചെയ്യുകയാണ്. പിന്നെ ഞാൻ അധികം കാണാത്ത ചെടി എന്ന് പറഞ്ഞാൽ ഇവിടെ റോസാണ് കേട്ടോ. റോസ് മാഡത്തിന് അധികം താല്പര്യമില്ല എന്ന് പറഞ്ഞു. കാരണം റോസിന് കീടം ശല്യം കൂടുതലാണ്. മറ്റുള്ള ചെടികളെ അപേക്ഷിച്ച് റോസ് വളർത്താൻ കുറച്ച് പാടാണെന്നാണ് മാഡത്തിൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ അതുകൊണ്ട് തന്നെ റോസ് ഇവിടെ വളരെ കുറച്ചാണുള്ളത്. പിന്നെ ഇതാ ഈ ഒരു ഇത് കണ്ടോ, ഇതൊരു ചൈനീസ് മുല്ലയാണ്. ഇത് നല്ല രസമുണ്ട്. ഇതങ്ങ് നിരത്തി കുറേ ഭാഗത്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ മുമ്പുള്ള വീഡിയോയിൽ എനിക്ക് അയച്ചു തന്നപ്പോൾ ഞാൻ ഇതൊക്കെ കണ്ടിരുന്നു. പക്ഷെ അന്ന് ഇത് കണ്ടപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കുകയായിരുന്നു ഇതെങ്ങനെയായിരിക്കും സെറ്റ് ചെയ്തിരിക്കുന്നതെന്നൊക്കെ. അപ്പോൾ ഇവിടെ വന്ന് കണ്ടപ്പോഴാണ് അതിങ്ങനെ കുറേ ഭാഗം അതിനായിട്ട് തന്നെ വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ നിരത്തിയാണ് അതിങ്ങനെ വെച്ചിരിക്കുന്നത്. നിറച്ച് പൂക്കളുമാണ്. പിന്നെ ഇത് കണ്ടോ, ഇതിൻ്റെ ഫ്രണ്ട് വശം ഇതുപോലെയാണ് കേട്ടോ. നല്ലൊരു ലോണായിട്ട് സെറ്റ് ചെയ്തിട്ട് അവിടെ വെച്ചിരിക്കുന്ന പോട്ടുകൾ കണ്ടോ. ആ പോട്ടുകളുടെയൊക്കെ ഒരു ഭംഗി അല്ലേ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിധമാണ്. പിന്നെ മൊത്തത്തിൽ ഈ ഗാർഡൻ ഇങ്ങനെ നോക്കുമ്പോൾ അങ്ങ് കളർഫുള്ളാണ്. മൊത്തം പൂക്കളാണ്. ഇലച്ചെടികൾ അധികം കാണാനില്ല കേട്ടോ. മൊത്തത്തിൽ പൂക്കൾ തന്നെയാണ്. അതിൽ ഏറ്റവും കൂടുതൽ ഓർക്കിഡ്സും പിന്നെ ബൊഗെയിൻ വില്ലയാണ്. അപ്പോൾ അത് രണ്ടും നിന്ന് പൂക്കുന്ന ചെടികളായതുകൊണ്ടായിരിക്കാം ഇത്രയധികം ഭംഗി ഈ ഗാർഡന് തോന്നിപ്പിക്കുന്നത്. സീസണബിളായിട്ടുള്ള പ്ലാന്റ്സുകളൊന്നും മേഡം അധികം വളർത്താറില്ല. അതിനോട് വലിയ താല്പര്യമില്ലെന്ന് പറഞ്ഞു. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇതേപോലെ ഓർക്കിഡ്സുകളും ഇതുണ്ട്. ഇത് നമ്മുടെ എന്താ പറയുക സ്റ്റാർസീനിയ വൈറ്റും യെല്ലോയും വെച്ചിട്ടുണ്ട്. അതിന് കുറേ സ്പേസ് കൊടുത്തിട്ട് അതിങ്ങനെ നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ഇവിടെ വന്നു കഴിയുമ്പോൾ ഈ കിളികളുടെ നാദങ്ങളാണ് കേട്ടോ മൊത്തം. ഓൾറെഡി ഇവിടെ കിളിക്കൂടും അതിനകത്ത് നിറച്ച് കിളികളും ഒക്കെ ഉണ്ട്. അത് കൂടാതെ തന്നെ ഈ ഒരു ഇത്രയും വിശാലമായൊരു ഗാർഡനല്ലേ, ഈ ഗാർഡനിൽ വന്നു പോകുന്ന കിളികൾ ധാരാളമാണ്. അതിൻ്റെ കൂടെ മയിലുകൾ വരാറുണ്ട്. ഒരുപാട് അങ്ങനെയുള്ള പക്ഷികളൊക്കെ ഇവിടെ വന്ന് ഇങ്ങനെ കുറേ ഇരിക്കുകയൊക്കെ ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഈ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഇതൊരു നമ്മളൊരു എന്താ പറയുന്ന ഒരു പാർക്കിലൊക്കെ ചെന്ന പോലുള്ള ഒരു പ്രതീതിയാണ്. ഒരു വീട്ടിലെ ഗാർഡനെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അത്രയ്ക്ക് ഭയങ്കര സ്പേസിലും ഭയങ്കര മനോഹരമായിട്ടാണ് ഇതിങ്ങനെ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഓർക്കിഡ്സ് ധാരാളം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഡാൻസിങ് ഗേൾ ഓർക്കിഡ്സ് നമ്മൾ ഇവിടുത്തെ ഏതൊരു മരത്തേലും ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. തെങ്ങുകളിലും കമ്പുകളിലും ഒക്കെ ഇങ്ങനെ
ഡാൻസിങ് ഗേളിനെ അവിടെ ഇവിടെയായിട്ട് ഇങ്ങനെ നിറച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ 1-2 പീസ് ഡാൻസിങ് ഗേൾ ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിയുമ്പോൾ അത് പെട്ടെന്ന് തന്നെ നിറഞ്ഞ് ചുറ്റിനും. ഇപ്പോൾ ഒരു തെങ്ങിലാണ് കെട്ടിക്കൊടുക്കുന്നതെങ്കിൽ ആ തെങ്ങ് മൊത്തം ഇങ്ങനെ ചുറ്റി അതിങ്ങനെ നിൽക്കുന്നതാണ്. അപ്പോൾ നല്ല രസമാണ് കേട്ടോ. ഓരോ തെങ്ങിൻ്റെ ചോട്ടിലും ചെന്ന് കഴിയുമ്പോൾ അവിടെ എല്ലാം മഞ്ഞപ്പൂക്കൾ ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ്. പിന്നെ ഇതാ ഇതുപോലെ ആർച്ച് കൊടുത്തിട്ട് അതിലെല്ലാം നല്ല മനോഹരമായിട്ടുള്ള ക്രീപ്പർ പ്ലാന്റുകൾ ഇങ്ങനെ കയറി വന്നിട്ടുണ്ട്. പിന്നെ എന്താ പറയുന്നത്, ഇവിടെ ഇല്ലാത്ത ചെടികളെന്ന് പറയാനായിട്ട് ഒന്നുമില്ല. ഇത് കണ്ടോ, നല്ല വൈറ്റ് കളറിൻ്റെ പൂക്കളാണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിലൂടെയുള്ള ഈ ഒരു വഴിയെ നമ്മളിങ്ങനെ നടന്നു വരുമ്പോൾ ഇത് കണ്ടോ, ലന്താനയുടെ വലിയൊരു മരം. അതൊക്കെ നിൽക്കുന്ന കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അത് മൊത്തം അടിമുടി അങ്ങ് പൂത്ത് നിൽക്കുകയാണ്. അതിന് ഒരു മരമായിട്ടാണ് വളർത്തി വെച്ചിരിക്കുന്നത്. പിന്നെ ഇതാ ഇതേപോലെയുള്ള ചെടികളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. ഇത്രയൊക്കെ വെറൈറ്റി ആയിട്ട് ഒരുപാട് കളറുകൾ. ഈ ഒരു കളർ മാത്രമല്ല, ഇതിൻ്റെ ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡുണ്ട്. അങ്ങനെ ഒരുപാട് കളറുകളിലും അതിങ്ങനെ കാണാനായിട്ട് പറ്റും. മനോഹരമായ ഒരു ഗാർഡൻ സ്വന്തമായിട്ടുള്ള ഈ ഒരു വീടിൻ്റെ തലയെടുപ്പും പ്രൗഢിയും നമുക്ക് എടുത്തു പറഞ്ഞേ മതിയാകുള്ളൂ. അത്ര രസമാണ് കേട്ടോ ആ വീടിൻ്റെ ആ ഒരു നിൽപ്പും, അതുപോലെ തന്നെ അതിന് ചുറ്റുമുള്ള ഈ മനോഹരമായ ഗാർഡനും. ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ സ്റ്റാർസീനിയ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ഈ ഒരു പോട്ടുകളെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വലിയ പോട്ടുകളാണ് കേട്ടോ. ഓരോ ചെടിയും സെറ്റ് ചെയ്തിരിക്കുന്നത് വലിയ പോട്ടുകളിലാണ്. ഇവിടുത്തെ ചെടികളുടെ ഒരു ആരോഗ്യവും സൗന്ദര്യവും എനിക്ക് തോന്നുന്നു ഇവിടെ തിരഞ്ഞെടുത്തിരിക്കുന്ന പോട്ടുകളാണെന്ന് തോന്നുന്നു. നമ്മളാണെങ്കിൽ ഇതുപോലുള്ള ഞാനാണെങ്കിൽ ഇതുപോലുള്ള ചെടികളൊക്കെ വളരെ ചെറിയ പോട്ടുകളിലാണ് വെച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടുത്തെ പോട്ടുകളെല്ലാം അത്യാവശ്യം നല്ല വലിപ്പമുള്ള പോട്ടുകളാണ്. അതിനനുസരിച്ച് തന്നെ ചെടികൾക്ക് അത്യാവശ്യം നല്ല വലിപ്പവും വയ്ക്കുന്നുണ്ട്. ഇവിടുത്തെ ആകാശവും ഈ ഒരു പ്രകൃതിയും എല്ലാം ഈ ഒരു ഗാർഡൻ കണ്ട് സന്തോഷമായിട്ട് നിൽക്കുകയാണെന്ന് നമുക്ക് മനസ്സിലാവും. നല്ല രസമാണ്. ഓരോ ചെടികളും ഇത്ര മനോഹരമായിട്ട് ഈ ചെടികളെ ഇങ്ങനെ അറേഞ്ച് ചെയ്യാൻ പറ്റി എന്നുള്ളത് ഒരു വലിയൊരു കഴിവ് തന്നെയാണ് കേട്ടോ. ഇത് കണ്ടോ, ഒരേ കളറിൻ്റെ പോട്ടുകളും അതുപോലെ തന്നെ അത് ഇങ്ങനെ ഹാങ് ചെയ്തിട്ടിരിക്കുന്നതൊക്കെ കാണാൻ എന്ത് രസമാണ്. ഇത് കണ്ടോ, ഈ ഒരു പോട്ട് കണ്ടോ. ഇങ്ങനെ ഇവിടുത്തെ പോട്ടുകൾക്ക് വളരെ പ്രത്യേകതയുണ്ട് കേട്ടോ. ക്യാക്ടസ് അത് ഓരോന്നും വെച്ചിരിക്കുന്നത് കാണാൻ എത്ര വൃത്തിയാണെന്നറിയാം. ഇതൊരു മണി പ്ലാന്റ് ആണ്. അതിനെ സെറ്റ് ചെയ്തിരിക്കുന്നത് കണ്ടോ, എന്ത് രസമാണെന്ന്. നമുക്കിതിലൂടെ ഇങ്ങനെ നടന്നു കഴിയുമ്പോൾ എവിടെയൊക്കെയാണ് നമ്മൾ കണ്ടു കഴിഞ്ഞെന്ന് നമുക്ക് മനസ്സിലാകത്തില്ല. അതുപോലെ നമുക്ക് സമയം ഒരുപാട് ഇതിലെ ഇങ്ങനെ നടന്ന് നമുക്ക് തീർക്കാനായിട്ട് പറ്റും. ഇത് കണ്ടോ, ഇതൊരു ക്യാക്ടസ് ആണ്. അതങ്ങ് എല്ലാം ഓരോന്നും ഇങ്ങനെ അടിപൊളിയായിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവിടെ ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ നമ്മൾ ഈ ഒരു മുറ്റത്ത് നിന്ന് നോക്കുമ്പോൾ ഇതാണ് കേട്ടോ ഇങ്ങനെ കാഴ്ച. പൂക്കളിങ്ങനെ അങ്ങ് നിറഞ്ഞ് മനോഹരമായിട്ട് നിൽക്കുകയാണ്. പിന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ ബൊഗൈൻവില്ലയുടെ ഒരു കാലം ആയതുകൊണ്ട് ബൊഗൈൻവില്ലയെല്ലാം നിറച്ച് പൂക്കളാണ്. അത്യാവശ്യം വലിയ ഒരു ചട്ടിയിലാണ് ബൊഗൈൻവില്ല വെച്ചിരിക്കുന്നത്. പക്ഷേ അതാ നിൽക്കുന്ന ഒരു നിൽപ്പ് ഭയങ്കര രസമാണ്. നന്നായിട്ട് നല്ല ബുഷിയായിട്ട് വളർന്ന് നിറച്ച് പൂക്കളൊക്കെ ഇങ്ങനെ മുകളിലോട്ടാണ് നിൽക്കുന്നത്. അതിന് മാഡം പറഞ്ഞു തന്ന ട്രിക്കെന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ചെറിയ ചെറിയ കിളിർപ്പുകൾ വരുമല്ലോ. ആ കിളിർപ്പുകളൊക്കെ നമ്മളിങ്ങനെ നമ്മുടെ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ഞുള്ളി വിട്ട് കൊടുക്കണം. അതങ്ങനെ ഞുള്ളി എടുത്ത് കളയുമ്പോൾ വീണ്ടും വരുന്ന ആ പൂക്കളിങ്ങനെ മുകളിലോട്ട് തന്നെ നിൽക്കും. അങ്ങനെയാണ് ഇവിടുത്തെ ചെടികളൊക്കെ ഇങ്ങനെ ബുഷിയായിട്ട് മുകളിലോട്ട് ഇതിൻ്റെ പൂക്കളും വരുന്നതെന്നാണ് മാഡം നമുക്ക് പറഞ്ഞു തന്നത് കേട്ടോ. അത് മുമ്പൊരു വീഡിയോയിലും ബൊഗൈൻവില്ല എങ്ങനെയാണ് കുറ്റിച്ച് നിന്ന് പൂക്കുന്നതെന്ന് മാഡം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടിട്ടില്ലാത്ത കൂട്ടുകാർ അത് കണ്ടു വെക്കണം കേട്ടോ. അതിനകത്ത് ബൊഗൈൻവില്ല നന്നായിട്ട് വളരാനുള്ളതും പൂക്കളുണ്ടാകാനുള്ളതുമായിട്ടൊക്കെയുള്ള കുറേ ടിപ്സൊക്കെ മാഡം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, ഈ ആർച്ചൊക്കെ ചെയ്തിരിക്കുന്നത് കാണാനായിട്ട് വളരെ ഭംഗിയാണ് കേട്ടോ. ഇവിടെ നിന്ന് നോക്കുമ്പോഴേ അതിൻ്റെ ഓരോന്നിൻ്റെ സൗന്ദര്യം നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അതുപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന പാമ്പുകളും നന്നായിട്ട് വളർന്ന് ഉയർന്നു നിൽക്കുന്ന പാമ്പുകളാണ്. ബൊഗൈൻവില്ലകളുടെയൊക്കെ സൗന്ദര്യം കണ്ടോ അല്ലേ, എന്ത് രസമാണ്. നല്ല കളർഫുള്ളായിട്ട് ഇവിടുത്തെ കളറുകളും നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ബൊഗൈൻവില്ലകളാണ് കേട്ടോ. ഓരോന്നും നല്ല ഭംഗിയുണ്ട്. ഓരോന്നും ഇങ്ങനെ പൂത്ത് നിൽക്കുന്നതാണ്. നല്ല അത്യാവശ്യം നല്ല വലിപ്പമുള്ള ചെടികളുമാണ്. പിന്നെ ഈ ഒരു ഗാർഡൻ ഇങ്ങനെ സെറ്റ് ചെയ്ത് വന്നിട്ട് ഏകദേശം 30 വർഷത്തിൽ കൂടുതലായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് മുതലുള്ള ചെടികളാണ് മാഡത്തിൻ്റെ ഒരു ഗാർഡനിലുള്ളത്. എത്ര കണ്ടാലും മടുപ്പ് തോന്നാത്തൊരു കാര്യമാണ് പൂക്കളെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഗാർഡനിൽ അത് വേണ്ടുവോളം ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ എത്ര സമയം ചിലവഴിച്ചാലും കൊതി തീരത്തില്ല. അതുപോലെ ഇതിലിങ്ങനെ നടക്കാനായിട്ട് തോന്നുന്നുണ്ട്. പക്ഷേ നമുക്ക് സമയം ഒരുപാട് വൈകി വരികയായിരുന്നു. ഏകദേശം 5 മണിയോടുകൂടിയാണ് ഞങ്ങൾ അവിടുന്ന് തിരിച്ച് പോരുന്നത്. നമുക്ക് തൃശ്ശൂരിൽ നിന്ന് ഒരുപാട് ദൂരം ഇങ്ങനെ പോരേണ്ടത് കൊണ്ട് തന്നെ നമ്മൾ മാഡത്തിനോട് യാത്ര പറഞ്ഞ് പോരാനായിട്ടൊക്കെയുള്ള ഒരുക്കത്തിലാണ്.
എങ്കിലും ഞാൻ വീണ്ടും ഇതിലേക്ക് നടന്ന് വീണ്ടും വീഡിയോ ഒക്കെ എടുക്കുമായിരുന്നു. എത്ര കണ്ടിട്ടും എനിക്കിത് മതി വരുന്നില്ല. അത്രയ്ക്ക് ഭംഗിയാണ് കേട്ടോ. എത്ര സമയം ഇതിലെ പോയി എന്നുള്ളത് എനിക്ക് പറഞ്ഞുകൂടാ. കുറേ സമയം ഞങ്ങൾ ഇതിനകത്തൂടെ എല്ലാം നടന്നു. അമ്മാടെ നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെടിയുടെ ഒരുപാട് കാര്യങ്ങൾ ഓർക്കിഡ്സിനെ കുറിച്ചാണെങ്കിലും ഇതുപോലെയുള്ള നമ്മുടെ മറ്റുള്ള പൂച്ചെടികളെക്കുറിച്ചാണെങ്കിലും എല്ലാം നമുക്ക് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നാണ്. ഓരോ ചെടിയെ പരിചയപ്പെടുത്തിയൊക്കെയാണ് ഇതിൻ്റെ കൂടെ നടന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് തിരിച്ചു പോരേണ്ടതുണ്ട്. ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. കൂട്ടുകാർക്ക് ഇന്നത്തെ വീഡിയോ എങ്ങനെയുണ്ട്? ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം. ഇതുപോലെയുള്ള ഒരുപാട് ഗാർഡൻ വിശേഷങ്ങളുമായിട്ട് നമുക്ക് പുതിയ പുതിയ വീഡിയോയിൽ കാണാം. അപ്പോൾ നിങ്ങളുടെ ഓരോ കമൻറ്റും നിങ്ങളുടെ ഓരോ ലൈക്കുമാണ് നമുക്ക് തരുന്ന സപ്പോർട്ടെന്ന് പറഞ്ഞാൽ വീണ്ടും നമുക്ക് വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം എന്ന് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾ വീഡിയോ കണ്ടിട്ട് തീർച്ചയായിട്ടും തരണമെന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, സീ യു.